ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു. ദാറ്റ് യു കെ മലയുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആസ് യൂഷ്വൽ ഞാൻ യു കെയിലല്ല ഉള്ളത്. ഞാൻ നാട്ടിലാണ്, ഇന്ത്യയിൽ, കേരളത്തിലാണ് ഉള്ളത്. പോകാൻ സമയം കേട്ടോ, കാരണം ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ മടി കാരണവും ഞാൻ വന്ന എൻ്റെ എയർലൈൻ ചതിച്ചത് കാരണവും ഞാൻ അങ്ങോട്ട് വന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ തിരിച്ചു പോകുമ്പോൾ, ഞാൻ 27 തിരിച്ചു പോകും. ജൂലൈ 27 ഒരു 3-4 ദിവസം കൂടിയുണ്ട്. സോ തിരിച്ചു പോകുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നത് എയർ ഇന്ത്യയിലായിരുന്നു കേട്ടോ. അപ്പോൾ എയർ ഇന്ത്യ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ സീനാണ്. എയർ ഇന്ത്യൻ്റെ കുറിച്ച് ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാനിന്നത്തെ ഈ വീഡിയോ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് തന്നെ. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ, എൻ്റെ പേഴ്സണൽ വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ വരുന്ന മോസ്റ്റ് മെസ്സേജസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, സെറ്റാണോ, മാസ്റ്റേഴ്സിന് ഈ കോഴ്സ്, മറ്റേ കോഴ്സ്, മറിച്ച കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ബാച്ചിലേഴ്സ് ആണെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മിക്ക ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കും. അതായത് ഈ സെയിം കോഴ്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവർ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അക്കോമഡേഷൻ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് അക്കോമഡേഷൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് വരുന്ന സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ എയർപോർട്ട് പിക്കപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സെപ്റ്റംബർ 2024 ഇൻടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ വരാൻ വേണ്ടി ഇഷ്ടമുള്ള സ്റ്റുഡൻസ്, ചേട്ടാ ഞാൻ ഓഫ് ലെറ്റർ റിസീവ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫോർവേഡ് ചെയ്യട്ടെ, നല്ല യൂണിവേഴ്സിറ്റി അല്ലേ ARU എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും കുറേ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവരും കൂടി ടുഗദർ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അതായത് കുറേ പേര് പറയുന്നുണ്ട് ഫ്രോഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ പറ്റിക്കൽസ് ഏജൻസി ഉണ്ട്, ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി നല്ല മെയിൽ ഓഫർ ലെറ്റർ വന്നേക്കുന്നത് എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. സെപ്റ്റംബർ 2024 ഇൻടേക്കിൽ വരുന്ന സ്റ്റുഡൻസ് ആരെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുക. ഫ്രീ ടോക്ക് ടു മീ ഗൈസ്. കാരണം 2024 ജനുവരി ഇൻടേക്കിലും മിഡ് ഇൻടേക്കിലും കുറേ സ്റ്റുഡൻസ് ഞാൻ യൂണിവേഴ്സിറ്റി പോയപ്പോൾ എന്നെ വന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ വന്ന് എന്നെ കണ്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകം വൈബും എനിക്കതൊരു സപ്പോർട്ടിനെസ്സും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതുമാത്രമല്ല, ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇഷ്ടംപോലെ സ്റ്റുഡൻസും പാരൻസും നമ്മളെ വീഡിയോസ് കണ്ടിട്ട് തന്നെ എൻ്റെ വീട്ടിലോട്ടാണെങ്കിലും ഞാൻ പോകുന്ന ഓരോ സ്ഥലത്ത് കൂടെയുള്ള ആ ഏരിയയിലൂടെ ആൾക്ക് എറണാകുളം ബേസ് ഏരിയയിലൂടെ പോകുമ്പോഴും ആ സൈഡിലെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ ചോദിച്ചിട്ടാണെങ്കിലും അക്കോമഡേഷൻ എങ്ങനെയുണ്ട്, എക്സ്പെൻസ് എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോൾ ഞാനെല്ലാം ഓപ്പൺ അങ്ങനെ സംസാരിച്ച് കൊടുക്കും. നമുക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ മാത്രം വന്നാൽ മതിയല്ലോ. ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. അപ്പോൾ ARUലേക്ക് സെപ്റ്റംബർ 2024 ഇൻടേക്കിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആരും B2B അഡ്മിഷൻസ് ചെയ്യുന്ന സ്ഥലത്ത് പോകാണ്ടിരിക്കുക. നമുക്ക് ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺട്രാക്റ്റിൽ ഏജൻസി ഏതാണെന്നുള്ളത് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ അടുത്തുള്ള കറക്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എൻ്റെ നമ്പറും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെയിൻ കാര്യം അതാണ്, ഏജൻസി സെലക്ഷൻ. നിങ്ങൾ ഫ്രോഡ് ഏജൻസി സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം സെലക്ട് ചെയ്യുക കേട്ടോ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടാനൊക്കെ ടൈമിൽ ലാഗ് എടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏജൻസിയിൽ നിന്ന് വേറൊരു ഏജൻസി ത്രൂ അഡ്മിഷൻ ചെയ്യുന്ന സംഭവമാണ്. അതായത് 2 ഏജൻസി കൂടി കളിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ആ ഏജൻസിയുടെ റിപ്ലൈ കിട്ടാൻ വേണ്ടി നേരം വഴുകും. അപ്പോൾ നിങ്ങൾക്കും കിട്ടാനുള്ള നേരം വഴുകും, ഈ ഓഫർ ലെറ്ററും കാര്യങ്ങളും ക്യാഷ് ഷീൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ARU ഒരു UCAS യൂണിവേഴ്സിറ്റി അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. സോ ഏതെങ്കിലും ഏജൻസി നിങ്ങളുടെ അടുത്ത് ക്യാഷ് ചോദിക്കുകയാണെങ്കിൽ ദയവിധ ആ ഏജൻസിയിൽ പോകാണ്ടിരിക്കുക. അതായത് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ 2500 5000 വാങ്ങുന്നത് ഞാൻ കുറേ കഥകൾ കേട്ടു. അങ്ങനെയൊക്കെ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകാണ്ടിരിക്കുക. കാരണം ARU അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ ഫീസ് കൊണ്ടൊരു ഫീസും വാങ്ങുന്നില്ല. അപ്പോൾ ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കണ്ടീഷനും കിട്ടും, അൺകണ്ടീഷനും കിട്ടും. അത് ലോൺ പേർപ്പേഴ്സിനും കൊടുക്കാനും എനിക്ക് വേണ്ടിയിട്ടാണ് അൺകണ്ടീഷനും അൺകണ്ടീഷനും തരുന്നത്. അപ്പോൾ ഈ ലോണിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഷീൽഡ് കിട്ടുന്നതല്ല. അതായത് നമുക്ക് ക്യാഷ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ ബാച്ചിലേഴ്സ് പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ
10th മുതൽ നമ്മൾ 9th മുതൽ 9th 10th 11th 12th പിന്നെ അതിനിടയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടെങ്കിൽ അന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എല്ലാം ബ്രീഫ് ചെയ്തിട്ട് എല്ലാത്തിനും സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. UCAS ഷീൽഡിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടാൽ മതി. അതൊക്കെ ഏജൻസിനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് നിങ്ങൾ വിസ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വിസ റിജക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വിസ റിജക്ഷൻ്റെ പേപ്പർ നിങ്ങൾ അതിൽ സബ്മിറ്റ് ചെയ്യുക. കാരണം ഈ ക്യാഷ് ഷീൽഡിലെ ഡോക്യുമെന്റ്സ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്യാഷ് ഇൻ്റർവ്യൂ ഇതാക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം ARUവിലും നമുക്ക് ഇൻ്റർവ്യൂ ആയിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇൻ്റർവ്യൂ ആണ്. ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ്. അതാണ് നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ. ഇപ്പോൾ ജോലി സ്കിൽഡ് വർക്ക് എടുത്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ COS ആണ് കിട്ടുക, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. നമ്മളെ സ്റ്റുഡൻസിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ്. ആ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ VFSൽ ചെന്നിട്ട്, ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള കൊച്ചി VFS ആണല്ലോ, കൊച്ചി VFSൽ ചെന്നിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വിസ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ക്യാഷ് ഷീൽഡ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റ്സും ഫേക്ക് ആവാണ്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ എടുക്കുക എന്നുള്ളതാണ്. മെഡിക്കൽ എടുക്കാൻ ഇപ്പോൾ ARUവിലേക്ക് എനിക്ക് തോന്നുന്നത് ഈ മാസം ലാസ്റ്റ് വരെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ഇടാൻ പറ്റും കേട്ടോ. ഓൺ ഫണ്ടിങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് ഒക്കെ വരെ പറ്റുമായിരിക്കും. ഓൺ ഫണ്ടിങ് ആണെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ജൂലൈ ലാസ്റ്റോടെ മിക്കവാറും അത് ക്ലോസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങളത് ശ്രമിക്കുക. ഒരു കാര്യം, ഓൺ ഫണ്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല, പക്ഷേ ഏജൻസിയോട് ചോദിച്ചിട്ട് ഇതാക്കുക. ഇനി ഏജൻസി എന്തെങ്കിലും ഫ്രോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവർ വിശ്വസിക്കാണ്ട് വേറെ ഏതെങ്കിലും ഏജൻസി പോയി ചോദിക്കുക. അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നിങ്ങളുടെ അടുത്തുള്ള നല്ല ഏജൻസിയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഏജൻസി ഫ്രോഡാണെന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ ഏജൻസി അല്ല നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഏജൻസിക്കും ഓഫർ ലെറ്റർ കിട്ടും, പ്ലസ് നിങ്ങളുടെ മെയിൽ ID ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ മെയിൽ IDയിലേക്ക് ARU പോട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ആ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ മെയിലിൽ നിന്ന്, ഇപ്പോൾ ARUവിൻ്റെ കേസാണെങ്കിൽ ARU.ac.uk എന്നാണ് ARUവിൻ്റെ മെയിൽ ID. ചിലപ്പോൾ നിങ്ങൾക്ക് ARU international@ac.uk അല്ലെങ്കിൽ ARU India@co.uk ഏതെങ്കിലും ഒരു മെയിൽ IDയിലായിരിക്കും നിങ്ങൾക്ക് മെയിൽ വരിക. അപ്പോൾ നിങ്ങളത് നോക്കുക. കാരണം ഒരിക്കലും ഒരു ഏജൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമായിട്ട് മെയിൽ IDയും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഓഫർ ലെറ്റർ വരുന്നതിന് മുന്നേ ആപ്ലിക്കേഷൻ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള വേറൊരു മെയിലും നിങ്ങൾക്ക് എന്തായാലും വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒന്നും വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെന്ന് വിട്ടിരിക്കുന്നത് ഫ്രോഡ് ഏജൻസിൻ്റെ കൂടിയാണ്. മക്കളെ, നമുക്ക് ഫോട്ടോഷോപ്പ് ഉണ്ട്, ഇല്ലുസ്ട്രേറ്റർ ഉണ്ട്, എന്തൊക്കെ ഉണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോണിൽ ഇൻസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല സിസ്റ്റത്തിൽ ഫോണിൽ നമുക്ക് ഇൻസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേരും നമ്പറും ഒക്കെ മാറ്റാൻ പറ്റും. ഒരാളെ പറ്റിക്കാത്ത പാടൊന്നുമില്ലല്ലോ. എൻ്റെ കയ്യിൽ ഒരു ഓഫർ ലെറ്റർ ഉണ്ട്, ഞാനത് സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറെ ആൾക്കൊക്കെ വേണമെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. സോ നിങ്ങൾ പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ക്യാഷ് ഷീൽഡും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തതിനും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിങ്ങൾ മെഡിക്കൽ എടുക്കണം. നമ്മൾ മെഡിക്കൽ UK-ലേക്കുള്ളത് 2 സ്ഥലത്താണ് കേരളത്തിലുള്ളത്. ഒന്ന് കൊച്ചിയിലുള്ള എയിംസിലും അതുപോലെ തന്നെ അമൃത ഹോസ്പിറ്റൽ കേട്ടോ, അതാണ് എയിംസ് ഉദ്ദേശിച്ചത്. പിന്നെ തിരുവനന്തപുരത്തുള്ള കിംസിലും. തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് നല്ല ഡേറ്റ് കിട്ടാൻ ഭയങ്കര ടൈം എടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കുറേ രാജ്യങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അമൃത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK പിന്നെ ചില രാജ്യങ്ങളുടെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കുറേ മുന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ടൈം വെയിറ്റിംഗ് അധികം ഉണ്ടാവില്ല. കാരണം മെഡിക്കലിൽ നമുക്ക് ഒരിക്കലും വിസ പ്രോസസ്സിങ് കൊടുക്കാൻ പറ്റില്ല. സോ നിങ്ങളത് ശ്രമിക്കുക. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മെസ്സേജ് അയച്ചിട്ട്, ചേട്ടാ ഞാൻ നല്ലോണം സ്മോക്ക് ചെയ്യും, ഞാൻ മെഡിക്കൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന്. ഞാൻ പറയുന്നത് എന്താ പറയുക, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, വേറെ ഡോക്ടർമാരടുത്ത് പോയി ചോദിക്കുക. എന്നിട്ട് പറയുക, എന്നിട്ട് തലേ ദിവസം മെഡിക്കൽ എടുക്കാൻ പോവുകയാണെ എന്നോട് വിളിച്ച് ചോദിക്കുക, ബ്രോ എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ, ഞാൻ നല്ലോണം സിഗരറ്റ് വലിക്കും, മെഡിക്കൽ എടുക്കാൻ പോയി മെഡിക്കൽ പാസ്സാവും. ഞാൻ പറഞ്ഞു നീ കുറച്ച് ദിവസം വലി നിർത്ത്, ഈ മെഡിക്കലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കി ഇതാക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ എടുക്കുന്ന കാര്യം കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ്ങിൻ്റെ കേസാണ്. ഫണ്ടിങ്ങിൻ്റെ കേസ് ഓൺ ഫണ്ടിങ് ആണെങ്കിലും ലോൺ ആണെങ്കിലും നമ്മൾ അക്കൗണ്ടിൽ 30 days മെച്യൂരിറ്റി പീരീഡ് കാണിച്ചു കൊടുക്കണം. അതിപ്പോൾ ഇനിയിപ്പോൾ ക്യാഷ് ഷീൽഡ് കിട്ടിയിട്ടാണെങ്കിലും, ക്യാഷ് ഷീൽഡ് അല്ല, നമുക്ക് ക്യാഷ് കിട്ടിയിട്ടാണെങ്കിലും, ഈ ക്യാഷ് ഷീൽഡ് എല്ലാം ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്യാഷിന് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ക്യാഷ് ഷീൽഡിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 days മെച്യൂരിറ്റി ആയി നമ്മുടെ ഫണ്ട്, അതായത് 1 year ട്യൂഷൻ ഫീസ് പ്ലസ് 1 year ലിവിങ് എക്സ്പെൻസ് ആണ് ARU അവിടെ കണക്ക് കൂട്ടണം. ഈ ഷോ മണി എന്ന് ആൾക്കാർ പറയണ്ടല്ലോ, എല്ലാവരും UK, കാനഡ, ഓസ്ട്രേലിയ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കും ഷോ മണി എത്രയും ചോദിക്കും.
ഈ ഷോ മണി എന്താ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 1 year ട്യൂഷൻ ഫീസ്. നിങ്ങളുടെ ട്യൂഷൻ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ 1 year ട്യൂഷൻ ഫീസ് പ്ലസ് 1 year ലിവിങ് എക്സ്പെൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഇന്നർ ലണ്ടൻ ആണെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞ ഒരു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ടായിരിക്കും ഇന്നർ ലണ്ടൻ ലിവിങ് എക്സ്പെൻസ് വരിക. ഔട്ടർ ലണ്ടൻ ആണെങ്കിൽ വേറെ ഫണ്ട് ഉണ്ടാവും. കാരണം ഇന്നർ ലണ്ടൻ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. എല്ലാ കാര്യത്തിനും ടിക്കറ്റ് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ ഔട്ടറും ഇന്നറും കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. AR എടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ മറ്റേ ലണ്ടൻ ക്യാമ്പസ് അവരെല്ലാം എടുക്കുക. എങ്ങനെ പോയാലും ചെംസ്ഫോർഡോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ക്യാമ്പസ് ആയിരിക്കും എടുക്കുക. സോ അത് ഔട്ടർ ലണ്ടനിലാണ് വരുന്നത്. എനിക്ക് തിങ്ക് ഒരു 2000 ഉള്ളിലൊക്കെയാണ് റേറ്റ് വരുന്നത്. 1000 സംതിങ് എത്രയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഷോ മണിയിട്ട് നമ്മൾ കാണിക്കേണ്ട എമൗണ്ട്. ഇതെല്ലാം നമ്മളെ ബാങ്ക് അക്കൗണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാദർ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ബേസിക്കലി അത് നമ്മുടെ പാരൻസിൻ്റെ അക്കൗണ്ടിൽ തന്നെ വെക്കാൻ നോക്കുക കേട്ടോ. നമ്മുടെ അക്കൗണ്ടിലാണെങ്കിലും പാരൻസിൻ്റെ അക്കൗണ്ടിൽ ഒന്നില്ലെങ്കിൽ മദറുടെയോ ഫാദറുടെയോ അക്കൗണ്ടിൽ വെക്കാൻ നോക്കുക. നമ്മുടെ അക്കൗണ്ടിൽ വെച്ച് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ പ്രോസസ് ആവാൻ ടൈം എടുക്കും. കാരണം ഞാൻ 2-3 പേരെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഓൺ ഫണ്ടിങ് ആയിരുന്നു, അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് ക്യാഷ് വെച്ചിട്ട് കുറച്ച് ഇഷ്യൂസ് വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. കാരണം ഒന്നില്ലെങ്കിൽ ഫാദറുടെയോ മദറുടെയോ അക്കൗണ്ടിൽ ക്യാഷ് വെച്ചിട്ട് ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ ഒരു നോട്ടറി ലോയറുടെ അടുത്ത് പോയിട്ട് അവരുടെ സൈനുകളൊക്കെ വാങ്ങിയിട്ട് ഒരു അഫിഡവിറ്റ്, അതായത് സ്പോൺസർ ചെയ്താണെന്ന് പറയാം. എന്തായാലും നിങ്ങൾക്ക് അഫിഡവിറ്റ് വേണ്ടി വരും. എന്തെന്നാന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കൊടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മലയാളത്തിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പ്ലീസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ UKVIയിൽ നമ്മൾ ക്യാസിലെ ഷീൽഡിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നമല്ല. പക്ഷെ നമ്മൾ UKVIയിൽ പോയി ചെന്നിട്ട് നമ്മൾ വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇംഗ്ലീഷുകാരാണ് ഈ സാധനം വായിക്കുന്നത്. സോ അവർക്ക് മലയാളം മനസ്സിലാവില്ല. അതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമ്മളുടെ വെബ്സൈറ്റിൽ പോയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മലയാളം വരിക. സോ ഒന്നില്ലെങ്കിൽ നമുക്ക് അക്ഷയ ചെന്നിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അക്ഷയ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം അത് 1-2-3 days എന്തായാലും പിടിക്കുന്നത് ട്രാൻസ്ലേറ്റ് വരാൻ വേണ്ടിയിട്ട്. ബെറ്റർ ഒരു 500 rupees കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള നോട്ടറി പബ്ലിക്കിനടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടറി അഡ്വക്കേറ്റ് നിങ്ങൾക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് ആക്കി തരും കേട്ടോ. ഞാനൊക്കെ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ പണി കട്ടി പോയതാണ്. കാരണം എനിക്ക് വിസ റിജക്ഷൻ വന്നില്ല. അതുകൊണ്ട് എല്ലാ പേപ്പറും ഞാനെല്ലാം കറക്റ്റ്. ഇനിയിപ്പോൾ എൻ്റെ നെയിം സിം അഫിഡവിറ്റ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പാസ്പോർട്ടിൽ മിഥുൻ ആശാരി പറമ്പിൽ മുത്തു എന്നാണ് എൻ്റെ പാസ്പോർട്ട് നെയിം. കാരണം നിങ്ങളുടെ പാസ്പോർട്ട് നെയിം ആയിരിക്കും നിങ്ങളുടെ അവിടുത്തെ എല്ലാ പേർപ്പസും ID കാർഡും നിങ്ങൾക്ക് യൂസ് ചെയ്യുക. പക്ഷെ എൻ്റെ ആധാർ കാർഡിലും എൻ്റെ ബാക്കിയുള്ള കാർഡിലും എല്ലാം മിഥുൻ AM എന്നാണ്. അതായത് AMൻ്റെ ഫുൾ ഫോമാണ് ആശാരി പറമ്പിൽ മുത്തു. അപ്പോൾ നെയിം സെയിം അഫിഡവിറ്റ് ഉണ്ടാക്കി. അതും നമുക്ക് അക്ഷയയിൽ ചെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അക്ഷയയിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യൂ നിൽക്കണം. മറ്റു ആധാരം മറിച്ച് ആധാരമൊക്കെ കൊടുത്തിട്ടൊക്കെ നന്നാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫിഡവിറ്റ് നമുക്ക് ഉണ്ടാക്കാം അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മെച്യൂരിറ്റി പീരീഡും കഴിക്കുക. ഒരു 30 ദിവസം നിങ്ങൾ അക്കൗണ്ടിൽ പൈസ വെക്കുക. 28 ദിവസമൊക്കെയാണ് മിനിമം. 30 ദിവസമാണ് മെച്യൂരിറ്റി പീരീഡ് വരുന്നത്. നിങ്ങളുടെ ഏജൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്താ കേസ് പറയാനുള്ളത് എന്ന് ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം നമുക്ക് ഈ ക്യാഷ് കിട്ടണമെങ്കിലും നമുക്ക് ക്യാഷ് നമ്മൾ യൂണിവേഴ്സിറ്റി അയച്ചു തരുമല്ലോ, ഒഫീഷ്യൽ സ്പോൺസർഷിപ്പ്. ഈ ക്യാഷ് കിട്ടണമെങ്കിൽ നമുക്ക് 28 ദിവസം മെച്യൂരിറ്റി വേണം. പിന്നെ നമുക്ക് ഫണ്ടിന് മെച്യൂരിറ്റി കിട്ടും. പിന്നെ നമുക്ക് ഈ വിസ കിട്ടാനും നമുക്ക് കുറച്ച് ദിവസം നമ്മുടെ അക്കൗണ്ടിൽ പൈസ വെക്കണമല്ലോ. മിക്ക ആൾക്കാരും എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ലോണാണെങ്കിലും ഓൺ ഫണ്ടിങ് ആണെങ്കിലും ഈ ക്യാഷ് കിട്ടുമല്ലോ. ഈ ക്യാഷ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോൽ ചെയ്യും. അതൊരിക്കലും ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് മെയിൽ അയക്കുന്നതൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ. കാരണം ക്യാഷ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നമുക്ക് ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ ബാങ്കിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഫണ്ട് ഇതിലുണ്ടോ എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചു നോക്കുക. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിസ എന്ന സംഭവം ഉണ്ടല്ലോ. ഈ രാജ്യത്ത് കയറണമല്ലോ. ഈ വിസ കിട്ടണമെങ്കിൽ ഗവൺമെൻറ് നമുക്ക് വിസ അടിച്ചു തരുന്നത്. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ബാങ്കിലേക്ക് മെയിൽ അയക്കും. ആ സമയത്ത് അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ഡയറക്റ്റ് വിസ റിജക്റ്റഡ് സ്റ്റാമ്പോ പേപ്പർ ഇട്ട് തരും. സോ നിങ്ങൾ മാക്സിമം പൈസ അക്കൗണ്ടിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ വിസയും കിട്ടിയതിന് ശേഷം നിങ്ങൾ UK വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ വിഡ്രോ ചെയ്താൽ മതി കേട്ടോ. കാരണം വിസ റിജക്ഷൻ നല്ലോണം വരുന്നുണ്ട്. ഒന്നാമത്തെ ഋഷി സുനാക്ക് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ നമ്മളെ UK പോയി. പുതിയ ആളാണ്. പുതിയ ആളുടെ നിയമപ്രകാരം എങ്ങനെ പോയാലും കുറച്ച് പഞ്ചിങ് നമ്മൾ ഇന്ത്യൻസിൻ്റെ അടുത്ത് ഉണ്ടാവും.
കാരണം കഴിഞ്ഞ പ്രധാനമന്ത്രി ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിരുന്നല്ലോ. സോ എന്തായാലും അവർ ഇമിഗ്രൻസ് കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ UK ഫണ്ട് ഒഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അവിടെ ഫണ്ട് ഒഴുകുന്നത്. അതുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ കുറവ് കുറയ്ക്കൊന്നുമില്ല, പക്ഷെ അവർ നല്ല ചെക്കിങ് നടത്തും. ഇപ്പം നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് തന്നെ, അവൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൻ MBA എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പഞ്ചാബ് യൂണിവേഴ്സിറ്റി, വേറെ കുറേ സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഇറക്കുന്നുണ്ടല്ലോ, അതിനെ പേര് പറഞ്ഞിട്ട് ഇവനെ UKVA ട്രിഗർ ചെയ്തു. അതായത് യൂണിവേഴ്സിറ്റി അല്ല ട്രിഗർ ചെയ്ത്, UKVA ട്രിഗർ ചെയ്തു. എന്നിട്ട് UKVA ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഇവന് വിസയും കാര്യങ്ങളെല്ലാം കിട്ടിയത്. സോ നിങ്ങളതൊക്കെ ഒന്ന് ശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വിസ റിജക്ഷൻ വരില്ല. നിങ്ങൾക്ക് 100% ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോവാം. അവിടെ വണ്ടിയില്ല. ഓക്കെ, 100% ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ വിസയും കിട്ടും. ധൈര്യമായിട്ട് UK UK വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പഠിക്കുക, ജോലി എടുക്കുക, 20 മണിക്കൂർ മേലെ വർക്ക് ചെയ്യാണ്ടിരിക്കുക. മിക്ക സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലത്ത് കളയുന്നുണ്ട്, ലീഗലാണെങ്കിലും ഇല്ലീഗലായിട്ടാണെങ്കിലും. ഞാൻ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. സോ നിങ്ങൾ നോക്കി ചെയ്യാം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഞാൻ ലാഗ് എടുപ്പിച്ച് വീഡിയോ ലോങ് ആക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ വെച്ച് അതിൻ്റെ പേജ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓട്ടോമാറ്റിക്കലി പൊട്ടുമല്ലോ, എന്നാലും ഞാൻ പറയാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രീ ടു കോൺടാക്ട് മീ ഗൈസ്. എൻ്റെ നമ്പർ UK നമ്പറാണ്. നമ്പറും ഇൻസ്റ്റാഗ്രാമും ഞാൻ താഴത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അക്കോമഡേഷൻ ആണെങ്കിലും പിക്കപ്പ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് വെച്ചാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്? പിന്നെ ഇപ്പം ഒന്നും പറയാനില്ല. ഫ്രോഡ് ഏജൻസി ചെന്ന് പെടാതിരിക്കുക, വിസ കിട്ടുന്നവരെ എല്ലാവരും പ്രാർത്ഥിക്കുക, അത്ര തന്നെയുള്ളൂ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അടുത്തൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം ഗൈസ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.